ഇതൊരു ഈവനിങ് വ്ളോഗാണ് നിങ്ങൾ കാണുന്നത്. സാധാരണ വീക്കെൻഡുകളിലാണ് ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്ത് ലോണ്ട്രിയിൽ ഇടുന്നത്. അപ്പോഴേ ഇപ്രാവശ്യം ഞാൻ എൻ്റെ റൂമിൽ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ മോളും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബെഡ്ഷീറ്റ് ഇടുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കണം. അതിൽ ചുളിവ് എനിക്ക് അങ്ങോട്ട് വലിയ പാടാണ്, എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അവിടെയും ഇവിടെയും ഒക്കെ പിടിച്ച് വലിച്ച് നല്ല സ്റ്റിഫായിട്ട് ഇടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മോളടുത്തും കൂടെ ഒന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു. അങ്ങനെ അവളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ അത് ബെഡ്ഷീറ്റെല്ലാം ഇട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം ജനലിൽ കൂടെ താഴോട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള വീടുകളുടെ ബാക്ക് സൈഡാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ബാക്ക് യാർഡും ഡെക്കും ഒക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വായി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഓരോ വീടുകളും. അപ്പോൾ ഓരോ ഡെക്കിനെ കുറിച്ച് പറയായിരുന്നു. കാരണം മഴയും മഞ്ഞും ഒക്കെ വീണിട്ട് വുഡിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വീടുകളുടെ. അപ്പോഴവരതിൽ പെയിൻറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നേനേന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിയിട്ട് പറയുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് വായ്നോട്ടം എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് നോക്കിയൊക്കെ നിന്നു. അതിനുശേഷം ദേ നമ്മുടെ ഓറിയോ എടുത്തുകൊണ്ട് വരുന്നു. ഇവൻ കുഞ്ഞാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവൻ ജനിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോഴേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവരെടുത്തുകൊണ്ട് നടക്കും രണ്ടുപേരും ഇതേപോലെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ താഴെ വന്നപ്പോഴത്തേക്കും പപ്പായ വാങ്ങിച്ചത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏതാണ്ട് പഴുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഗാർബേജിൽ കളയാനേ കൊള്ളത്തുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ എടുത്ത് കഴിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ അവിടെ ഇരുന്ന് അഴുകി ഒരു പരുവാവും. അങ്ങനെ അതിനൊക്കെ ശേഷം ഞാൻ ഒരു ഡിന്നറിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു റൈസ് നൂഡിൽസാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ച് ഒന്ന് ചൂടാക്കുന്നുണ്ട്. അങ്ങനെ തിളപ്പിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ നമ്മുടെ പ്രോൺസും കുറച്ച് സ്ക്രാമ്പിൾ എഗ്ഗൊക്കെ ആക്കിയിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഒരു മിക്സ് നൂഡിൽസ് ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് കുറച്ച് പ്രോൺസൊക്കെ എടുത്ത് ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഡീഫ്രോസ് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊഞ്ചും നമ്മൾ ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ ആരും വെജിറ്റേറിയൻസ് ഇല്ല കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഞാൻ എൻ്റെ നൂഡിൽസ്, ഇതിപ്പോൾ കുറേ ആയി, റൈസ് നൂഡിൽസാണ്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ഗ്ലേസിങ് ആയിട്ടുള്ള ഒരു നൂഡിൽസാണ്. ഇത് ചൈന സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകിച്ച് പേര് പറയാൻ പറ്റില്ല, കാര്യം ചൈനീസിലാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും എടുക്കണ്ടെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും പിന്നെ ഞാൻ ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മളിങ്ങനെ കുതിർന്ന് വരുമ്പോഴത്തേക്കും അങ്ങ് വലിയൊരു ബിഗ് വോളിയം ആവും കേട്ടോ. അപ്പോൾ മോള് പറഞ്ഞായിരുന്നു ഇത്രയും എടുക്കണ്ട എന്ന്. അപ്പം ഞാനിങ്ങനെ കുറേശ്ശെ എടുത്ത് ഇട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ വിചാരിച്ച എല്ലാം എടുക്കാമെന്ന്. അങ്ങനെ പിന്നെ എല്ലാം എടുത്തു. പിന്നെ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനെ സിസ്റ്ററിനും ബ്രദറിനും ഒക്കെ കുറച്ച് കൊടുക്കാറുമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം കുക്ക് ചെയ്താലും അത് പെട്ടെന്ന് തീരും. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. കാരണം എപ്പോഴും ചെയ്യുന്ന സമയത്ത് അത് എൻ്റെ ഒരു പണ്ടേ ഉള്ള ശീലമാണ്. ഞാൻ ബൾക്കായിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അതിനുശേഷം ഞാൻ കുറച്ച് നമ്മുടെ ബോക് ചോയിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ദിവസമായി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇനിയും വെച്ചിരുന്നു കഴിഞ്ഞാൽ അതും ചീത്തയായിപ്പോവും. പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റ് 2 എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അതെടുത്തു ഒരെണ്ണം. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്യാബേജ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ക്യാബേജ് ഉണ്ടെങ്കിൽ ഞാൻ ക്യാബേജും ഒക്കെ ഇടാറുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരുപാട് വെജിറ്റബിൾസ് ഇടാറുണ്ട്. നമ്മൾ എത്ര വെജിറ്റബിൾസ് ഇട്ടാലും അതിങ്ങോട്ട് എല്ലാം ഇതിങ്ങനെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും വെജിറ്റബിൾസ് ഒന്നും കാണത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഇതേ ബോക് ചോയ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. നമുക്ക് ചീര ഉണ്ടെങ്കിൽ, പച്ചച്ചീര ഉണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. ഇത് ചൈനീസ് ചീരയാണ്. ബോക് ചോയ് ഇപ്പം നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സൂപ്പർ സ്റ്റോറുകളിലൊക്കെ ഇപ്പം കിട്ടുമോ ഇത് നമുക്ക് വെറുതെ തന്നെ ഇങ്ങനെ ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അത് ജസ്റ്റ് ഇട്ട്, അപ്പം ഈ റൈസ് നൂഡിൽസിനുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ കൂടെ നിൽക്കണം. അത് ഇട്ട് ഒന്നിങ്ങനെ കുതിർന്ന ഉടനെ തന്നെ നമ്മളത് സ്ട്രെയിൻ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഓവർ കുക്കായി പോവും. അത് വളരെ തിന്നാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് സ്ട്രെയിൻ ചെയ്തിട്ട് അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് അത് അത്ര ഇതാവില്ല.
പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഓയിൽ കൂടെ ആ വെള്ളത്തിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അതും നല്ലതാണ്, അപ്പോൾ ഒട്ടി പിടിക്കില്ല കേട്ടോ. അതിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊഞ്ച്, ക്യാപ്സിക്കം, ബോക് ചോയ്, പിന്നെ ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റും ഇങ്ങനെ ലോങ് വൈസാണ് കട്ട് ചെയ്തത്, ഇങ്ങനെ സ്ട്രിപ്സ് പോലെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എല്ലാ പ്രാവശ്യവും ഞാനൊരു സോസ് ഉണ്ടാക്കാറുണ്ട്. അത് നമ്മുടെ മറ്റേ ഡ്രൈ ചില്ലി ഇല്ല, നമ്മുടെ വറ്റൽമുളകും നമ്മുടെ വെളുത്തുള്ളിയില്ലേ, അത് രണ്ടും കൂടെ ഇട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കും. അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും റൈസ് നൂഡിൽസിലൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഈ പാത്രം ഏതാണ്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ പാത്രം ഇതാണ്. ഓരോ പ്രാവശ്യം ഇതെടുക്കുമ്പോഴും വിചാരിക്കും വേറെ ഇതിന് പകരം വേറൊരു വലിയ പാത്രം വാങ്ങിക്കണം, എന്നിട്ട് ഇത് കളയണമെന്ന് വിചാരിക്കും. നടക്കത്തില്ല, എല്ലാ പ്രാവശ്യം ഇതിൽ തന്നെയാണ് വെക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ഓയിൽ, വെജിറ്റബിൾ ഓയിലാണ് അതൊഴിച്ചു. അതിന് ശേഷം നമ്മൾ ഈ പേസ്റ്റില്ലേ, നല്ലൊരു മണമാണ് കേട്ടോ ഇത്, വറ്റൽമുളകും പിന്നെ വെളുത്തുള്ളിയുടെയൊക്കെ ആ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് അതൊന്ന് അതിൻ്റെ ആ പച്ച മണമൊക്കെ പോയതിന് ശേഷം അതിലേക്ക് നമ്മുടെ കൊഞ്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയാണ്. അപ്പോൾ കൊഞ്ചൊരു പെട്ടെന്ന് കുക്കാവുമല്ലോ, ഒരു 5 മിനിറ്റ്സൊക്കെ മതി. അങ്ങനെ കൊഞ്ചൊരു വിധം എന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ബോക് ചോയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെജിറ്റബിൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് നല്ലാണ്ട് പെട്ടെന്ന് അങ്ങ് ഇതാവും, സ്റ്റീമാവും. നമ്മൾ ഇതിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാപ്സിക്കവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ക്യാരറ്റ് ഇപ്പോൾ ഇടുന്നില്ല, കാരണം ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഓവർ കുക്കായിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും ഇട്ടിട്ട് ഒന്നിളക്കി അതിലേക്കെല്ലാം നമ്മുടെ സോസില്ലേ, ചില്ലി പേസ്റ്റ് നന്നായിട്ട് ഒന്നാക്കിയിട്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്നിങ്ങനെ ഒന്ന് അടച്ച് വെക്കുവാണ്. 2 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ, അത് പെട്ടെന്ന് അതിൻ്റെ സ്റ്റീം കൊണ്ട് തന്നെ അതടയും. അപ്പോൾ ആ നേരം ഞാൻ ഒരു 7-8 നമ്മുടെ മുട്ട എടുത്ത് ഒന്ന് സ്ക്രാമ്പിൾ എഗ് ആക്കുകയാണ്. അപ്പം ഞാൻ മുട്ടയും കൂടെ ഇടുകയാണ്. ഇതൊന്നും ഇട്ടില്ലെങ്കിൽ പിന്നെ കുട്ടികൾ കഴിക്കത്തില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ ഡിന്നർ ആക്കുകയാണ്. അങ്ങനെ അതേ മുട്ടയും ഞാനിങ്ങനെ സ്ക്രാമ്പിളാക്കി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അതിനെ ഒന്ന് ഇതേപോലെ ഉടച്ചൊക്കെ എടുക്കണം കേട്ടോ, ചെറിയ പീസസ് ആക്കി എടുക്കണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ചെയ്തപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ബോക് ചോയ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രേ ആവുള്ളൂ, ഒരുപാട് ഇട്ട് കുക്ക് ചെയ്യരുത്. ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒത്തിരി അങ്ങ് ഓവർ കുക്ക്ഡായി പോവും, നമ്മുടെ വെജിറ്റബിൾസ് പിന്നെ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ ഇത് ഇത്രേ ആവാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ സ്ക്രാമ്പിൾ എഗ്ഗും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇത്രയും ആണ് മെയിൻ ഇത്. അല്ല പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാൻ കേട്ടോ, നമ്മുടെ കയ്യിൽ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം, നല്ലതാണ്. വെജിറ്റബിൾസൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറേ ചേർക്കാം. അങ്ങനെ ഇതേ അവസാനമാണ് ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ കുക്കിംഗ് ഇല്ല. അപ്പോൾ തീ നമ്മൾ ഒരു മീഡിയം തീയിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അവിടെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത് ഒന്നിച്ചിടരുത്, കുറേശ്ശെ ഇട്ട് വേണം ഇളക്കിയെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് സോയാ സോസ് ഒഴിക്കാം. പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ്, സോയാ സോസ്, പിന്നെ ഓയിസ്റ്റർ സോസ്, ഇതിത്രയും ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഓൾറെഡി നമ്മൾ ചില്ലി സോസ് ഇട്ടുകൊണ്ട് ചെറിയൊരു എരിവും മണവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ളതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഏത് സോസാണ് ഇഷ്ടം അത് ഒഴിക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഓയിസ്റ്റർ ഒഴിച്ചിട്ടുണ്ട്, സോയ സോസ് ഒഴിച്ചു, പിന്നെ കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോന്ന് ചേർത്ത് ഇളക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇത്തിരി കുറേശ്ശെ ഇട്ടാണ് ഇളക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് തട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ചില്ലി പേസ്റ്റൊന്നും അതിൽ പിടില്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ എല്ലാം ഇട്ട് ഇളക്കി ഇതേ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ റൈസ് നൂഡിൽസ് ഞാൻ ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കുട്ടികൾക്കൊന്നും വലിയ പിടുത്തമൊന്നും അല്ല, വേറെ ആർക്കും. എനിക്കിഷ്ടമാണ്, പിന്നെ എൻ്റെ സിസ്റ്ററും ബ്രദേഴ്സ് അവർക്കൊക്കെ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുവിധം എല്ലാവരും കഴിക്കും. അങ്ങനെ ഞാൻ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കുട്ടികളും വേറെ എന്തൊക്കെയോ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ എന്തോ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിക്കുന്നു. അത് കഴിഞ്ഞാണ് നൂഡിൽസ് വന്ന് കുറേശ്ശെ കഴിച്ചത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആഹാരമൊക്കെ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള പാത്രം കഴുകലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസം ഇവിടെ തീർന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു ഈവനിങ് വ്ളോഗ്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.